ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. മക്കളെ, ഇന്ന് ഇവിടെ വീണ്ടും വന്നേക്കുവാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് കേട്ടോ. അതായത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് വളരെ ടഫ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. അതിന്റെ സിന്റാക്സും അതിനകത്തുള്ള ഒരു ആപ്ലിക്കേഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ടഫാണ്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പറയുവാണ് ഈ വീഡിയോ. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഇതിലേക്കൊക്കെ ഷെയർ ചെയ്യട്ടോ. നമ്മൾ മാക്സിമം എഫർട്ട് എടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. കാരണം നിങ്ങളുടെ എക്സാമിനാണ് നമ്മുടെ എഫർട്ടിന്റെ ആ സന്തോഷം എന്തുവാണ്. നിങ്ങൾക്ക് നാളെ എക്സാം നടക്കുമ്പോൾ ആ എക്സാം ഹാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബ്ലിങ്കസ് അടിച്ചിരിക്കരുത്. ഓക്കെ, നിങ്ങൾ കൂളായിട്ടിരുന്ന് പരീക്ഷ എഴുതണം, സന്തോഷത്തോടെ എക്സാം എഴുതണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ കാണുമ്പം സൈലത്തെ എന്റെയൊക്കെ ഫേസ് ഓർമ്മ വരണം. അപ്പൊ അതിനാണ് മക്കളെ ഇത്ര എഫർട്ട് എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും യൂസ്ഫുൾ ഈ ഒരു വീഡിയോ മാക്സിമം യൂസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. 3 ടൈപ്സിലുള്ള ലൂപ്പ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യുന്ന. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് ലൂപ്പ്. ടൈപ്സ് ഓഫ് ലൂപ്പ് ഏതൊക്കെയാടാ? നമ്മുടെ വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ടൈപ്സ് ഓഫ് ലൂപ്പ് വൈല്, ഫോർ, ഡു വൈല്. ഓക്കെ, പിന്നെ മക്കളെ എലമെന്റ്സ് ഓഫ് ലൂപ്പ്. ഇതാണ് എലമെന്റ്സ് ഓഫ് ലൂപ്പ് അല്ലെങ്കിൽ എലമെന്റ്സ്, ഓക്കെ, അല്ലെങ്കിൽ കമ്പോണൻസ്. കമ്പോണൻസ് ഓർ പാർട്സ് ഓഫ് ലൂപ്പ്. 3 രീതി ക്വസ്റ്റ്യൻസ്: എലമെന്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് അല്ലെങ്കിൽ പാർട്സ്. അപ്പൊ എലമെന്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് പാർട്സ് ഓഫ് ലൂപ്പ് ഏടാ? ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേഷൻ. ഇത് രണ്ടും തെറ്റിപ്പോകുകയേ ചെയ്യല് കേട്ടോ. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ വ്യത്യാസം പോയി മാർക്ക് വ്യത്യാസമായി പോകും കേട്ടോ. അപ്പൊ നോക്കൂടാ. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരുന്ന പറഞ്ഞാല് നമുക്ക് ഈ 3ന്റെ സിന്റാക്സ് എല്ലാം എന്താണ് ഡിഫറെന്റ് ആണ്, പക്ഷെ എലമെന്റ് സെയിം ആണ് അല്ലേ. അതാണ്ട് ഇവിടെ ഇനിഷ്യലൈസേഷൻ ഉണ്ട്, ഇവിടെയും ഇനിഷ്യലൈസേഷൻ ഉണ്ട്. ഇവിടെ ഒരു ഇനിഷ്യലൈസേഷൻ ഉണ്ട് കേട്ടോ, ഇട്ടാൻ വിട്ടുവരാം. ഇനിഷ്യലൈസേഷൻ, ഇവിടെ ഒരു ഇനിഷ്യലൈസേഷൻ ഉണ്ട്. ഓക്കേടാ, അതാണ്ട് ഇവിടെയും ഒരു ഇനിഷ്യലൈസേഷൻ ഉണ്ട്. ഇവിടെയും ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട്, ഇവിടെയും ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട്. ഇവിടെയും ബോഡി ഓഫ് ലിപ്പ് ഉണ്ട്, ഇവിടെയും ബോഡി ഓഫ് ലിപ്പ് ഉണ്ട്. ഇവിടെയും അപ്ഡേഷൻ ഉണ്ട്, ഇവിടെയും അപ്ഡേഷൻ ഉണ്ട് മക്കളെ. പക്ഷെ എന്താണ് വ്യത്യാസം? വ്യത്യാസം പറഞ്ഞാൽ രണ്ടിന്റെയും എല്ലാത്തിനും 3ന്റെയും സിന്റാക്സിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സിന്റാക്സ് അല്ലെങ്കിൽ ആ സ്ട്രക്ചറുള്ള ഒരു മാറ്റമുള്ളൂ. അവിടെ ഇവിടെ മാറിക്കിടക്കുന്നു മക്കളെ. ഈ സിന്റാക്സ് 3 നിങ്ങൾ എഴുതി പഠിച്ചു വെച്ചേക്കുക. സിന്റാക്സ് 3 എഴുതി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിരിക്കും. നോക്കടാ, സിന്റാക്സ് കുഴപ്പമാണ്. ഇനിഷ്യലൈസ് വർക്കിംഗ് സെയിം തന്നെ, മാറ്റമൊന്നും ഇല്ല. വർക്കിംഗ് ഡു വൈലിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ലിപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അല്ല, ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ബോഡി ഓഫ് ലിപ്പ് വിളിക്ക് വരും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഡു വൈലാണെങ്കിൽ നമ്മുടെ ആദ്യമേ ഒരു വട്ടം ബോഡി ഓഫ് ലിപ്പ് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ലിപ്പിലോട്ട് വരും. ബാക്കിയെല്ലാം സെയിം വർക്കിംഗ്. ഇവിടെ എന്തുവാ? ഫോറിലും സെയിം തന്നെ. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവിടെ ആദ്യം ഇനിഷ്യലൈസേഷൻ നോക്കും, എന്നിട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും, അഥവാ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മുടെ ബോഡി ഓഫ് ലിപ്പിലോട്ട് വരും. ഓക്കെ, എന്നിട്ട് തിരിച്ച് വീണ്ടും അപ്ഡേഷൻ, വീണ്ടും കണ്ടീഷൻ. ഓക്കെ, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ബോഡി ഓഫ് ലിപ്പ് വെളിക്കോട്ട് വരും. അപ്പൊ ഇതാണ് 3ന്റെയും വർക്കിംഗ്. ഓക്കെ, വർക്കിംഗ് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇടയ്ക്ക് മറ്റെന്താണ്, നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസിൽ വർക്കിംഗ് നിങ്ങൾ പഠിച്ചാലേ നമുക്ക് ഔട്ട്പുട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അത് ജസ്റ്റ് അങ്ങനെ പഠിച്ചിരിക്കുക, വലിയ പാടൊന്നുമില്ല അല്ലേ. അപ്പൊ ഇവിടെ വെക്കാം. അതാണ് 3 കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ഒന്ന് വൈൽ ലൂപ്പ്, ഇത് ഫോർ ലൂപ്പ്, ഇത് ഡു വൈൽ ലൂപ്പില്. മക്കളെ ക്വസ്റ്റ്യൻ വരുന്ന പറഞ്ഞാൽ റീറൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് വരും. റീറൈറ്റിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് ഇവിടെ i=1. i=1ന് ഈ പറഞ്ഞ വൈൽ ലൂപ്പിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയാണ്? ഫോർ ലൂപ്പിലോട്ട് കൺവേർട്ട് അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യാൻ പറയാണ്. ഫോർ ലൂപ്പ് യൂസ് റീറൈറ്റ് ചെയ്യാൻ പറയുകയാണ്. എന്ത് ചെയ്താ? ഇനിഷ്യലൈസേഷന്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക. ഇവിടെ നോക്കടാ, ഇവിടെ വൈലിനകത്ത് ഇനിഷ്യലൈസേഷൻ ഇവിടെയാണ്, പക്ഷെ ഫോറിനകത്ത് എവിടെടാ? ഇവിടെയാണ് അല്ലേ. അപ്പൊ ഐയുടെ വാല്യൂ 1 കൊടുത്തു, ഐയുടെ വാല്യൂ ഇവിടെ 1 കൊടുത്തു. വ്യത്യാസമൊന്നുമില്ല. അടുത്ത ടെസ്റ്റ് വൈൽ എസ്താർഗൽ 5 എന്താടാ? ഐ ലെസ്താൻ ഒരിക്കൽ 5 വൈലിന്റെ ബ്രാക്കറ്റ് കിടക്കുന്നത് ടെസ്റ്റ് എക്സ്പ്രഷൻ മക്കളെ. അപ്പൊ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോർ ലൂപ്പിനകത്ത് ഇവിടെ കിടക്കുന്നതാണ്, ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ, ഇവിടെ കിടക്കുവാണ്. ഓക്കെ, അപ്പൊ അവിടെ കൊണ്ടുപോയി ഐ ലെസ്താൻ ഒരിക്കൽ 5 കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്ത എന്തുവാടാ? സി ഔട്ട് ഐ എന്ന് പറയുന്നത് ബോഡി ഓഫ് ലിപ്പ് അല്ലേ. അപ്പൊ ഇതിന്റെ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഈ കണ്ടീഷൻ തൊട്ട് താഴെ കിടക്കുന്നത് എന്തുമായിരിക്കും? ബോഡി ഓഫ് ലിപ്പ് ആയിരിക്കും. അതിൽ മാറ്റമില്ല, ബോഡി ഓഫ് ലിപ്പ് ആയിരിക്കും. ആ ബോഡി ഓഫ് ലിപ്പ് നമ്മുടെ ഈ പറഞ്ഞ ഫോർ ലൂപ്പിൽ കിടക്കുന്നതാണ്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതാണ് ഇവിടെ കിടക്കുന്നല്ലേ. അപ്പൊ അവിടെ കൊണ്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ I++ വൈലിൽ ഇവിടെ അടക്കുന്നത്, പക്ഷേ ഫോറിൽ ഇവിടെ അടക്കുന്നത് ഇവിടെ കിടക്കുന്നത് അല്ലേ. അപ്പൊ ഫോറിലാണെങ്കിൽ അപ്ഡേഷൻ ഇവിടെ കിടക്കുന്നത് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസങ്ങൾ വരും. ഓക്കെ, അപ്പൊ സ്ട്രക്ചറിൽ ഒരു മാറ്റമുള്ള സിന്റാക്സ് എന്നാണ്. സിന്റാക്സ് അല്ലെങ്കിൽ സ്ട്രക്ചറിൽ മാറ്റമുള്ള എലമെന്റ്സ് എല്ലാം സെയിം തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുത്തത്. ഡു വൈലും അതിനിടെ അവിടെ ഐയുടെ വാല്യൂ 1 ആണ്, ഇവിടെ കൊടുക്കുക. ദെൻ ബോഡി ഓഫ് ലിപ്പ് ആണ് ഇവിടെ കൊടുക്കുക. ദെൻ അപ്ഡേഷൻ ഇവിടെ കൊടുക്കുക. ദെൻ കണ്ടീഷൻ ഇവിടെ കൊടുത്തു. പരിപാടി കഴിഞ്ഞല്ലേ. കാരണം നിങ്ങൾ 3ന്റെ സിന്റാക്സ് പഠിച്ച് വളരെ പെട്ടെന്ന് നമുക്കിത് പ്രോഗ്രാംസ് അങ്ങോട്ട് റീറൈറ്റ് ചെയ്യാൻ പറ്റും.
വലിയ പാടൊന്നും ഇല്ല കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. അതുപോലെ ആണെങ്കിൽ ഇഫൽസ് കേട്ടോ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫൽസിന്റെയും കണ്ടീഷണൽ ഓപ്പറേറ്റർ സിന്റാക്സ് പഠിച്ചിരിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. നമ്മൾ ഇന്നലെ ചെയ്ത കംപ്ലീറ്റ് പ്രോഗ്രാം സൊല്യൂഷൻ ചെയ്തതാണ്. സൂപ്പർ സിസ്റ്റ് എല്ലാവരും കാണാം, മസ്റ്റായിട്ട് എല്ലാവരും സൂപ്പർ സിസ്റ്റ് കണ്ടിരിക്കുക കേട്ടോ. കാരണം ഷുവറായിട്ടാണെങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അവിടെ പറഞ്ഞിരിക്കും. എല്ലാവരും സൂപ്പർ സിസ്റ്റ് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ കൃത്യം 7:30 സ്റ്റാർട്ട് ചെയ്യുന്ന 7:30 സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ നാളെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും പറഞ്ഞിരുന്നത് വലിയ മാറ്റം കേട്ടോ. അപ്പൊ ഇവിടെ വെക്കാം. ഓക്കേടാ. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കും, അതായത് ഒരു ലൂപ്പ്, ഈ ഒരു ഫോർ എക്സാമ്പിൾ ഈ ഒരു ലൂപ്പ് എന്നിട്ട് പറയും ഏതെങ്കിലും ഒരു ലൂപ്പ്, വൈ ലൂപ്പോ ഫോർ ലൂപ്പോ ഡു വൈ ലൂപ്പ് എന്തും തരട്ടെ. അപ്പൊ ഈ ഒരു ലൂപ്പിനകത്ത് പറയാം. എന്നിട്ട് ഈ ഒരു ലൂപ്പ് എന്നിട്ട് ഇതിനകത്ത് എലമെന്റ്സ് ഓഫ് ലൂപ്പ് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എലമെന്റ്സ് ഓഫ് ലൂപ്പ് ഏക്കേടാ, അതാണ്ട് i = 1 ആണെങ്കിൽ എന്തുവാടാ, ഇനിഷ്യലൈസേഷൻ അല്ലെ, ഇനിഷ്യലൈസേഷൻ. Then i <= 5 എന്തുവാടാ, ടെസ്റ്റ് എക്സ്പ്രഷൻ. ഓക്കെ, ദെൻ സി ഔട്ട് എന്താണ്, സി ഔട്ട് ഐ എന്തുവാടാ, ബോഡി ഓഫ് ദി ലൂപ്പ്. ഓക്കേടാ, ബോഡി ഓഫ് ദി ലൂപ്പ്. ഓക്കേടാ, ദെൻ i++ എന്തുവാടാ, അപ്ഡേഷൻ എന്നാണ്, അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പൊ ഇതാണ് മക്കളെ ഈ പറഞ്ഞ ഒരു ലൂപ്പിൽ നിന്നാണെങ്കിൽ നമുക്ക് എലമെന്റ്സ് ഓഫ് ലൂപ്പ് എഴുതാൻ പറ്റുന്ന പറഞ്ഞാൽ ആ സിന്റാക്സ്, ഞാനിപ്പോ എന്താണ് പറഞ്ഞത്, സിന്റാക്സ് ഇനിഷ്യലൈസേഷൻ സ്ഥാനത്ത് നിന്നാണ് i = 1 കിടക്കുന്നത്. അപ്പൊ അത് ഇനിഷ്യലൈസേഷൻ ആയിരിക്കും. ദെൻ അതിന്റെ ബ്രാക്കറ്റ് i <= 5 കിടക്കുന്നത്, അത് ടെസ്റ്റ് എക്സ്പ്രഷൻ ആയിരിക്കും. ദെൻ ബോഡി ഓഫ് ദി ലൂപ്പ് സി ഔട്ട് ഐ കിടക്കുന്നു, അപ്പൊ അത് ബോഡി ഓഫ് ദി ലൂപ്പ് ആയിരിക്കും. ദെൻ അപ്ഡേഷൻ സ്ഥാനത്ത് i+ കിടക്കുന്നു, അപ്പൊ അതൊരിക്കലും അപ്ഡേഷൻ ആയിരിക്കും. അപ്പൊ ആ സിന്റാക്സ് പഠിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് റീറൈറ്റിംഗ് ക്വസ്റ്റ്യൻസ്, എലമെന്റ്സ് ഓഫ് ലൂപ്പ്, ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ റൈറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും. ഷുവർ നമുക്ക് ഇത് വളരെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ ലൂപ്പിന്റെ ക്വസ്റ്റ്യൻസ് 5 മാർക്കിന്റെ എസ് ആയിട്ട് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ ഈ പറഞ്ഞ ലൂപ്പിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അത് നിങ്ങൾ പഠിക്കാതെ മിസ്സാക്കാതെ വീഡിയോ ഫുൾ ഇരുന്ന് കാണുക. നമ്മുടെ ഈ പറഞ്ഞ ഇന്നലെ പഠിപ്പിച്ച കംപ്ലീറ്റ് പ്രോഗ്രാം സൊല്യൂഷൻസ് കാണുക. ഇത് സൂപ്പർ സിസ്റ്റ് ആണ്, എല്ലാവരും കാണാം. എല്ലാവരും മാക്സിമം എല്ലാവരും ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എല്ലാവരും വരും. ഓക്കേടാ, അപ്പൊ നമുക്ക് കാണാം. Bye, see you.